നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ കഥ നടക്കുന്നത് ഒരു സാങ്കല്പിക ലോകത്തിലാണ്. ആ സാങ്കല്പിക ലോകം സൃഷ്ടിക്കാൻ കാരണമായത് ഒരു മഹാവീരനാണ്. അവന്റെ കയ്യിൽ അത്യുഗ്ര ശക്തിയുള്ള ഒരു വലിയ കോടാലി, അതുപോലെ തന്നെ ചില മാജിക് പവറുകൾ ഉണ്ടായിരുന്നു. ആ കോടാലി കൊണ്ട് കാലവുമില്ല ദേശവുമില്ല എല്ലായിടത്തേക്കും സഞ്ചരിക്കാനായിട്ട് ആ മഹാവീരന് കഴിയുമായിരുന്നു. അങ്ങനെ ആ മഹാവീരന്റെ ശക്തിയാൽ ഭൂമിയിൽ 9 ഗോത്രങ്ങൾ പിറവിയെടുക്കുകയാണ്. 9 ഗോത്രങ്ങൾക്കും വ്യത്യസ്തമായ ശക്തികളും ആ മഹാവീരൻ നൽകുന്നുണ്ട്. എന്നാൽ കാലങ്ങൾ പോകെ പോകെ ആ മഹാവീരനെ കുറിച്ചുള്ള അറിവുകൾ ആർക്കും ഇല്ലാതെയായി. അദ്ദേഹം എവിടെ പോയി? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ആ ഒരു ശക്തിയുള്ള ആയുധം, ആ കോടാലി, അതെവിടെ പോയി? അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു സീക്രട്ട്? എന്തുകൊണ്ട് മഹാവീരൻ മരിക്കാതെ ഒരുപാട് കാലം ജീവിച്ചു? നൂറ്റാണ്ടുകളായിട്ട് ഭൂമിയിലുള്ള പല മനുഷ്യരും ഇതിനുള്ള ആ ഒരു ഉത്തരം തേടി നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മഹാവീരന്റെ ശക്തിയിൽ നിന്നും ഉത്ഭവപ്പെട്ട ആ ഒരു ഗോത്രങ്ങൾ, ഈ 9 ഗോത്രങ്ങൾ, അതിൽ തന്നെ പ്രധാനമായിട്ടും കാങ്കുവ, ആ ഒരു ഗോത്രത്തിനാണ് ശക്തി ഒരുപാടധികം കൂടുതൽ. ഈ കാങ്കുവ എന്ന് പറഞ്ഞ ഗോത്രവും അതുപോലെ തന്നെ ടൈസൺ എന്ന് പറഞ്ഞ ഒരു ഗോത്രവും കൂടി ഒരുപാട് അന്വേഷിച്ച് അവര് മരുഭൂമിയിലായിട്ട് ഒരു ഗുഹ കണ്ടുപിടിക്കുകയാണ്. ആ ഗുഹ തുറക്കാനായിട്ട് ഒരു ചാവിയുണ്ട്. ഈ ചാവി തുറന്ന് ഗുഹ തുറക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ മഹാവീരന്റെ രഹസ്യം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇത് തുറക്കാനായിട്ട് 2 ഗോത്രങ്ങളും കാത്തിരിക്കുന്ന സമയത്ത് കാങ്കുവ, ആ ഗോത്രത്തിൽപ്പെട്ട രാജകുമാരൻ ചിയാൻ ഡൈസൺ എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രത്തിന്റെ രാജാവിനെ തന്നെ വെട്ടി വീഴ്ത്തുകയാണ്. ഇവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ 9 ഗോത്രങ്ങളും യുദ്ധത്തിലായിരുന്നു. എന്നാൽ ഇപ്പോ ഒരു കരാറിലാണ് പരസ്പരം യുദ്ധം ചെയ്യില്ല എന്ന്. ആ കരാറാണ് ഇപ്പോ ഈ കാങ്കുവയിലെ ചിയ എന്ന് പറഞ്ഞ കുമാരൻകാരൻ മുടങ്ങിയിരിക്കുന്നത്. കാരണം അവൻ ഒറ്റയ്ക്ക് ആ ഒരു രഹസ്യം അറിയണമായിരുന്നു. ഇതിനിടയിൽ ഒരു ഡൈസൺ പോരാളി നിലത്ത് ചവിട്ടുകയാണ്. അവിടെ ആകെ ഒരു പൊടിമയായിട്ടുണ്ട്. ഇതിനിടയിൽ ആ ഒരു പോരാളി വെട്ടേറ്റ് അവന്റെ രാജാവുമായിട്ട് ഒരു പാറയുടെ പിറകിലേക്ക് പോവാണ്. നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് ഈ രാജാവ് പറയാണ്, ഈ ചാവിയുമായിട്ട് നീ പോ, അവിടെ എന്റെ ആളുകൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവരൊറ്റക്കാക്കി വരാൻ കഴിയില്ല, പോയി ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങളോടും പറ അവൻ, അതായത് കാങ്കുവയിലെ രാജകുമാരൻ ആ ഒരു കരാറ് തെറ്റിച്ചു എന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡൈസണിലെ രാജാവുണ്ടല്ലോ, ഇയാൾ വീണ്ടും യുദ്ധത്തിന് പോവാണ്. എന്നാൽ ഒറ്റ വെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിലും ഈ ഡൈസൺ പോരാളി ഉണ്ടല്ലോ അവിടെ നോടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയത്തിന് ചിയാൻ രാജകുമാരൻ, ഇയാൾ ഈ രാജാവിന്റെ ദേഹത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ചാവി അയാളുടെ കയ്യിലില്ലായിരുന്നു. നോക്കുമ്പോ എന്താ, ആ ഒരു ഡൈസൺ പോരാളി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിയാൻ രാജകുമാരൻ കയ്യിലുണ്ടായിരുന്ന അമ്പ് ഒരൊറ്റ വിടലാണ്. ഇവന്റെ നെഞ്ചിലേക്ക് ആ അമ്പ് വന്ന് കയറുന്നുണ്ട്. എന്നാൽ ആ ഒരു വേദനയൊന്നും നോക്കാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. കാരണം ഈ രഹസ്യം എല്ലാവരെയും അറിയിക്കണം. കരാർ ഈ ചിയാൻ രാജകുമാരൻ തെറ്റിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചിയാൻ രാജകുമാരന്റെ കയ്യാളായിട്ട് വലങ്കൈയായിട്ട് ഒരു പോരാളിയുണ്ട്. തൽക്കാലം നമുക്ക് അവനെ നിഞ്ച എന്ന് വിളിക്കാം. ഈ നിഞ്ച വന്നിട്ട് ചിയാന്റെ അടുത്ത് പറയാണ്, കുമാര ഇത് വലിയ പ്രശ്നമാവും, ബാക്കിയുള്ള 8 പേരും നമ്മൾക്കെതിരായിട്ട് തിരിയും. അപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ, ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് ഡൈസൺ രാജാവും അയാളുടെ പോരാളികളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവരോട് യുദ്ധം ചെയ്തു, അവരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെയായിരിക്കണം കഥ പടരേണ്ടത്. അതാണ് ശരി, അങ്ങനെ ആവട്ടെ എന്ന് ഇപ്പൊ ചിയാൻ രാജകുമാരനും പറയണം. ഇതേ സമയത്ത് കുറച്ച് അകലെയായിട്ട് ഒരു ഭാഗത്ത് ഒരു രാജകുമാരിയും അതുപോലെ തന്നെ ആ രാജകുമാരിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡ്സ്, അതിലൊരാളാണ് നോവ. ഇപ്പൊ ആ കുമാരിയുമായിട്ട് ഇവർ പുറത്തേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ നോവ പറയുന്നുണ്ട്, കുമാരി ഇങ്ങനെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങി നടക്കരുത് കേട്ടോ, അച്ഛനെ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഇപ്പൊ കുമാരി പറയാണ്, എന്റെ പൊന്നു നോവ, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും എന്നെ ബഹുമാനിച്ച് എനിക്ക് മടുത്തു. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി. എനിക്കും ആഗ്രഹമുണ്ട് ഈ ലോകം കാണാനും ഇതിലുള്ള ഓരോ കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ട്. എന്റെ കൂടെ നിക്കടാ, അച്ഛനോട് പറയല്ലടാ, വാ നമുക്ക് കാട്ടിലേക്ക് പോവാം, വേട്ടയാടാം. അവളുടെ ആ ഒരു സംസാരം അതുപോലെ തന്നെ അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ നോവയോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോവയ്ക്ക് അതുപോലെ തന്നെ ഉള്ളിൽ ഇഷ്ടമുണ്ട്. എന്നാൽ ഇതൊരു കുമാരിയാണ്, അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് അവളോട് ആ ഒരു ഇഷ്ടം കാണിക്കാൻ പാടില്ല. അത് രാജാവിനോട് കാണിക്കുന്ന നന്ദികേടായിരിക്കും. അങ്ങനെ ഇവർ കാട്ടിലേക്ക് വേട്ടയാടാൻ പോയ സമയത്ത് ചോരയിൽ കുളിച്ചുകൊണ്ട് ഒരു പോരാളി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? ഡൈസൺ പോരാളിയാണ്. പെട്ടെന്ന് തന്നെ ഇതൊരു ഡൈസൺ പോരാളിയാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇതേ സമയത്ത് തന്നെ മരണസമയത്ത് ഇവനൊരു കാര്യം പറയുന്നുണ്ട്, ഇതുപോലെ കാങ്കോയിലെ ആൾക്കാർ ഇവരെ ആക്രമിച്ചു, ചിയാൻ രാജകുമാരൻ ഇവരുടെ രാജാവിനെ കൊന്നു കളഞ്ഞു, ദാ ഒരു ചാവി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാവി ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല, അവര് ലംഘിച്ച ആ ഒരു നിയമലംഘനം അത് ബാക്കിയുള്ള എല്ലാവരും അറിയിക്കണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിയാൻ രാജകുമാരും ഇയാളുടെ ആ ഒരു കൂട്ടം കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ അവിടെ ചോരയിൽ കുളിച്ചെടുക്കുന്ന ഈ ഡൈസൺ പോരാളിയെ വിട്ടുതരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുമാരി പറയാണ്, നോവ നീ അവരെ രക്ഷിക്കുക, അയാൾ നമ്മളോട് അങ്ങനെ സംസാരിച്ചതാണ്. ഇതേ സമയത്ത് തന്നെ കുമാരിയോട് നോവ പറയാണ്, അതിൽ നമ്മൾ ഇടപെടണോ? അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ? ഇത് അവരുടെ ഇടയിലുള്ള പ്രശ്നമല്ലേ? ഇതേ സമയത്ത് തന്നെ കുമാരി ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുത് നോവ, ഇടപെടുന്നു പറയാണ്. എന്ന് ഇവിടെ വെച്ച് ഇടപെടുകയാണെങ്കിൽ അത് കുമാരിക്ക് തന്നെ ഒരു പ്രശ്നമായി തീരും. അതുകൊണ്ടാണ് നോവ ഇടപെടാത്തത്. എന്തായാലും കുമാരിയും കൂട്ടി നോവ പോവാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ചിയാൻ രാജകുമാരി ഇവൻ പറയാണ്, ഡാ ചെറുക്ക നീ പോയിക്കോ, പക്ഷെ കൂടെയുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെ അവിടെ നിർത്തിയേക്ക്, എനിക്ക് എന്തോ അവളെ കണ്ടപാട് ഞാൻ ഒരു ഇഷ്ടം തോന്നി, ആ ഒരു ഇഷ്ടം തീർത്തിട്ട് ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ വിടാം, തൽക്കാലം നീ ഒന്ന് മാറി നിൽക്ക്. ഇത് പറഞ്ഞ സമയത്ത് നോവയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്റെ കുമാരിയെ കുറിച്ച് അസഭ്യം പറയുന്നോടാന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് അങ്ങ് ഇറങ്ങുകയാണ്. നമ്മുടെ ഈ നോവയും ആ 9 വംശത്തിൽപ്പെട്ട ഒരു വംശത്തിൽപ്പെട്ട ആളാണ്, അതായത് ഹുവാം വംശത്തിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലും ഒരു ശക്തിയുണ്ട്. 2 തരം ശക്തികളാണ്, പുറമെ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാവരും കാണുന്ന ഒരു ശക്തി, അതുപോലെ തന്നെ ഒരു ഇന്നർ ശക്തി. ആ ഇന്നർ ശക്തി ഓരോരുത്തരിലും വ്യത്യസ്ത അളവിലായിരിക്കും കേട്ടോ. ചില ആൾക്കാർക്ക് അത്
ഭയങ്കര പവർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ നോവയ്ക്കുള്ള ആ ഒരു ശക്തി എന്താ വെച്ചാൽ അതിവേഗത്തിൽ പോയിട്ട് ഓരോരുത്തരെയും വെട്ടി വീഴ്ത്താൻ കഴിയും. ഇതിന്റെ ഇടയിൽ ഈ ചിയാൻ രാജകുമാരന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നിഞ്ച ഇവൻ മുന്നോട്ടേക്ക് വരികയാണ്. മാത്രമല്ല നോവയുടെ ഒരു കൂട്ടുകാരനെ കഴുത്തറുത്ത് കൊന്നു കളയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നോവ മറ്റൊരു കൂട്ടുകാരനോട് കുമാരിയും കൂട്ടിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഈ നിഞ്ച ഉണ്ടല്ലോ അവന്റെ ആ ഒരു ഇന്നർ പവർ ഉപയോഗിക്കുകയാണ്. ഒരു പ്രത്യേകതരം പാമ്പ് അവന്റെ പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ കയ്യിലൊരു വാള്. ഇത് വെച്ച് ഒരൊറ്റ വീഴ്ചലാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരമുണ്ട്. അതിലെന്തോ എന്താ പറയാ ചുട്ടുപഴുത്തൊരു കത്തി കൊണ്ട് വെട്ടിയതുപോലെ ആ ഒരു മരം മുറിഞ്ഞു വീഴുന്നുണ്ട്. അത്രയും പവർഫുൾ ആണ് ഈ നിഞ്ചയുടെ വെട്ട്. ഇപ്പൊ നോവയും അവന്റെ ആ ഒരു ശക്തി ഉപയോഗിക്കാൻ നിൽക്കുന്ന സമയത്ത് കുമാരിയുടെ കരച്ചിൽ കേൾക്കാണ്. പെട്ടെന്ന് തന്നെ ഈ നിഞ്ചയെ വിട്ടിട്ട് കുമാരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചിയാന്റെ കുറച്ച് പട്ടാളക്കാർ ഇവരെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. ഈ ആളുകളുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് തന്നെ നോവ കുമാരി രക്ഷപ്പെടുത്താണ്. എന്നിട്ട് നേരെ ഇവരുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് ഹുവാം വംശത്തിന്റെ ആ ഒരു വലിയ കൊട്ടാരത്തിലേക്ക്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ചിയാൻ കുമാരനെ കാണിക്കുകയാണ്. എന്തായാലും പെണ്ണ് പോകണമെങ്കിൽ പോട്ടെ, ചാവി കിട്ടിയല്ലോ, രഹസ്യം അറിയാലോ, ശക്തി കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി ആരാന്ന് വെച്ചാൽ കീഴ്പ്പെടുത്താം. എന്തായാലും ഇവര് വേഗം ചെന്നിട്ട് ഡൈസൺ പോരാളിയുടെ ദേഹത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവന്റെ ദേഹത്ത് ആ ഒരു ചാവി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചാവി ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കും? മിക്കവാറും നോവയുടെ കയ്യിലായിരിക്കും. അതായത് ഹുവാം വംശത്തിൽപ്പെട്ട ആ ഒരു പോരാളിയുടെ കയ്യിൽ. അന്ന് രാത്രി തന്നെ കാങ്കുവ വംശത്തിലെ പ്രധാനിയായിട്ടുള്ള ആള്, അതായത് ഈ ചിയാന്റെ അച്ഛൻ, നമുക്ക് അയാൾ വില്ലെന്ന് വിളിക്കാം. അപ്പൊ ഈ വില്ലനും വില്ലന്റെ മകനായിട്ടുള്ള ചിയാനും ആ ഒരു നിഞ്ച പോരാളിയും ഇവരെല്ലാവരും കൂടെ നേരെ ഹുവാം വംശത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് കയറി വന്ന ഈ ചിയാനിപ്പുണ്ടല്ലോ ഹുവാം വംശത്തിന്റെ രാജാവിനോട് സംസാരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ കുമാരി നോവ ഇവരൊന്നും കൊട്ടാരത്തിൽ എത്തിയിട്ടില്ല. ഇപ്പൊ ഈ ചിയാൻ രാജകുമാരൻ വന്നിട്ട് ഹുവാൻ രാജാവിനോട് പറയുന്നത്, ഞങ്ങളുടെ ഒരു വസ്തു നിങ്ങളുടെ കുമാരിയും അതുപോലെ തന്നെ അവളുടെ ഗാർഡും എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ ഹുവാൻ രാജാവ് പറയാണ്, നിങ്ങൾ എന്തേ പറയുന്നത്? നമ്മൾക്കിടയിൽ ഒരു യുദ്ധമോ അങ്ങനെ ഒരു കരാറില്ലേ? യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന്. ഇതേ സമയത്ത് തന്നെ ചിയാൻ രാജകുമാരൻ പറയാണ്, ആ കരാറൊക്കെ ലംഘിച്ചു കഴിഞ്ഞു ഡൈസണിലെ ആൾക്കാർ. ആ ചാവിക്ക് വേണ്ടിയിട്ട് അവരാദ്യം ഞങ്ങളെ ആക്രമിച്ചു. പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെല്ലാവരെയും കൊന്നുകളഞ്ഞു. കരാറ് ആദ്യം ലംഘിച്ചത് അത് ഞങ്ങളല്ല എന്ന്. ഇതേ സമയത്ത് തന്നെ കുമാരിയും നോവയും അങ്ങോട്ടേക്ക് വരികയാണ്. രാജാവിനോട് എല്ലാ രഹസ്യം പറയുന്നുണ്ട്. അച്ഛാ, ഇവര് പറയുന്നതൊക്കെ നുണയാണ്. ഡൈസൺ വംശത്തെ ആദ്യം ആക്രമിച്ചതും കരാറ് ലംഘിച്ചതും ഇവരാണ്. ഇവർക്ക് വേണ്ട ആ ഒരു ചാവി അത് നമ്മുടെ മഹാവീരന്റെ രഹസ്യമായിട്ട് എന്തോ ബന്ധമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത് അച്ഛാ? ഇതേ സമയത്തിന് ഹുവാൻ രാജാവ് ഇവരെ നോക്കുന്ന സമയത്ത് ഈ കാങ്കോ വംശം അവരുടെ ആ ഒരു യഥാർത്ഥ രൂപം എടുക്കുകയാണ്. അതായത് ചതിയുടെ ആ ഒരു മുഖം. എന്തായാലും ഇവര് പറയാണ്, എന്നാ പിന്നെ നമുക്ക് യുദ്ധം ചെയ്ത് തീരുമാനിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഹുവാൻ വംശത്തിലെ ഒരാൾ മുന്നോട്ടേക്ക് വന്നാൽ മതി. ആ ഒരു യുദ്ധത്തിൽ അവൻ തോൽക്കുകയാണെങ്കിൽ പിന്നെ വലിയൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും നമ്മുടെ നോവ എന്നെ മുന്നോട്ടേക്ക് വരികയാണ്. ഇപ്പൊ പെട്ടെന്ന് ചിയാൻ രാജകുമാരൻ ഒരു അമ്പെടുത്ത് അവന് നേരെ എയ്യുന്നുണ്ട്. ആ അമ്പ് തട്ടി നോവ മരിക്കേണ്ടതായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അവന്റെ മുന്നിലേക്ക് നമ്മുടെ കുമാരി എടുത്തു ചാടുകയാണ്. ആ അമ്പ് കയറിയത് കുമാരിയുടെ ദേഹത്തേക്കായിരുന്നു. സ്പോട്ടിൽ തന്നെ കുമാരി മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒരു വെറി ഉള്ളിലേക്ക് കയറിയ സമയത്ത് നോവ അവന്റെ ആ ഒരു വേഗത ഉണ്ടല്ലോ, മിന്നൽ ശക്തി, അത് ഉപയോഗിക്കുകയാണ്. അതോടെ ഈ ചിയാൻ രാജകുമാരന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പോരാളികളെ വെട്ടി വീഴ്ത്തുന്നുണ്ട്. അവസാനം ചിയാനെ തന്നെ വെട്ടാൻ പോകുന്ന സമയത്ത് ഇതിന്റെ ഇടയിലേക്ക് ആര് വന്ന് നിൽക്കുന്നുണ്ട്? ആ നിഞ്ച പോരാളി നിൽക്കുകയാണ്. അവന്റെ ഉള്ളിൽ ഭയങ്കര ശക്തി ഉണ്ടല്ലോ, ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോവയെ എതിർക്കുകയാണ് അവന്. എന്ന് ഇതേ സമയത്ത് തന്നെ നോവ ഒറ്റയ്ക്കായിരുന്നില്ല, തന്റെ മകളെയാണ് അവർ കൊന്നിട്ടിരിക്കുന്നത്. ഹുവാൻ രാജാവ് നോക്കിയിരിക്കോ, അദ്ദേഹത്തിന്റെ ആ ഒരു ശക്തി പുറത്തേക്ക് എടുക്കുകയാണ്. നല്ല പോരാളി തന്നെയാണ് ഹുവാൻ രാജാവ്. നമ്മുടെ നോവയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നിഞ്ചക്കെതിരെ ഇപ്പൊ ഹുവാൻ രാജാവ് പോരാടുകയാണ്. അവനെ തോൽപ്പിച്ച് ഇതിനുശേഷം ഉണ്ടല്ലോ ചിയാനെ വെട്ടാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഹുവാൻ രാജാവിനെ മറ്റേതൊരു ശക്തി വന്നിട്ട് തട്ടി തെറിപ്പിച്ചു കളയാണ്. അതായത് കാങ്കുവ. ഇവരുടെ ഈ ഒരു വംശം ഏറ്റവും പവർഫുൾ ആണെന്ന് പറഞ്ഞില്ലേ, അതിന് കാരണക്കാരൻ ഇവരുടെ മഹാഗുരുവാണ്. നല്ല പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇയാളുടെ ഉള്ളില് ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു പവർ ഉണ്ട്. ആ പവറിന് പറയുന്ന പേരാണ് ഡെത്ത് സ്വാഡ്. ആ വാർഡ് അല്ലെങ്കിൽ ആ ഒരു ശക്തി ഒരുപാട് തവണയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്ര പ്രാവശ്യമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊരു കണക്കുണ്ട് ആ ഒരു ശക്തിക്ക്. എന്തായാലും ആ ഒരു ശക്തി ഇപ്പൊ നമ്മുടെ ഈ നോവയ്ക്ക് നേരെ ഉപയോഗിക്കുകയാണ്. നോവയും വെറുതെ ഇരുന്നില്ല. അവന്റെ ഉള്ളിൽ ആ ഒരു ഇന്നർ സോൾ ശക്തി ഉണ്ടല്ലോ, അത് അവൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പൊ അവന്റെ പിന്നിലായിട്ട് ഒരു വലിയ ചക്രം രൂപപ്പെടുന്നുണ്ട്, ഒരു പച്ച ചക്രം. ഇതേ സമയത്ത് തന്നെ ഈ മഹാഗുരു ഇയാൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വാളുകളും ഇയാളുടെ ശക്തി ഉപയോഗിച്ചിട്ട് അത് നേരെ നോവയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ആദ്യമൊക്കെ നമ്മുടെ നോവയ്ക്ക് ആ ഒരു ശക്തിയെ തടുക്കാൻ കഴിഞ്ഞു. എന്നാൽ മഹാഗുരുവിന്റെ മുന്നിൽ അവനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവൻ തോൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹുവാൻ രാജാവ് പറയാണ്, നോവ നീ രക്ഷപ്പെട്ടു പോയിക്കോ, ബാക്കി എല്ലാവരും മരിച്ചുപോയി, നമ്മുടെ വംശം നിന്നിലൂടെയെങ്കിലും ബാക്കിയാവട്ടെ. അങ്ങനെ നമ്മുടെ നോവ അവന്റെ ഒരു കൂട്ടുകാരൻ ഇവര് മനസ്സില്ലാ മനസ്സോടെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഒരു കുതിരപ്പുറത്ത്. ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം ഹുവാൻ രാജാവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു പവർ അത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുക്കുകയാണ്. ഒരു വലിയ തീ മനുഷ്യനായിട്ട് മാറുന്നുണ്ട് ഈ ഹുവാൻ രാജാവ്. ഇതിനുശേഷം ഇവരെ ആക്രമിക്കുകയാണ്. എന്നാൽ മഹാഗുരു ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മരണത്തിന്റെ വാൾ, അതായത് ഡെത്ത് സ്വാഡ്, ആ പവർ അതിപ്പോ ഉപയോഗിക്കുകയാണ്. തീ മനുഷ്യനായി കിടക്കുന്ന ഹുവാൻ രാജാവിനെ ഒറ്റ വെട്ടിന് തന്നെ വീഴ്ത്തുകയാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി പുറത്തെടുത്താൽ മാത്രമേ ഹുവാൻ രാജാവിന്റെ ഈ ഒരു തീ രൂപത്തെ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എന്തായാലും മഹാഗുരുവിന്റെ ആ ശക്തിയുടെ ഒരെണ്ണത്തിൽ നിന്നും ഒരു കുറവ് സംഭവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നോവ അവന്റെ കൂട്ടുകാരൻ ഇവരുടെ ആ ഒരു രാജ്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇവരുടെ കൊട്ടാരം അല്ലെങ്കിൽ ആ ഒരു നാട് ഇതിന് മുഴുവനായിട്ടും ഈ മഹാഗുരു ഉണ്ടല്ലോ ഒരു ക്രൂര മനുഷ്യനാണ്. ഇയാൾ ആകാശത്തിൽ വലിയൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് മറ്റേതോ ഒരു സ്ഥലത്തേക്ക് ഇതിനെ മുഴുവനായിട്ടും കളയുകയാണ്. അതായത് ഈ ഭൂമി
ഭൂമിയിൽ നിന്ന് തന്നെ ആ ഒരു വംശത്തെ ഇല്ലാതാക്കി കളയാണ്. ഇത് കണ്ട് കണ്ണു കലങ്ങി നെഞ്ചും പൊട്ടിയിട്ടാണ് നോവയും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനും പോകുന്നത്. എന്നാൽ പോകുന്നതിന്റെ ഇടക്ക് കുതിരപ്പുറത്ത് നിന്ന് ഇവര് രണ്ടുപേരും തല കറങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞു നമ്മുടെ നോവയുടെ കൂട്ടുകാരന് ബോധം വന്ന് നോക്കുന്ന സമയത്ത് നോവ മറ്റാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ രൂപത്തെ അവന്റെ കൂട്ടുകാരൻ കാണുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോവയെ കാണിക്കുകയാണ്. നോവ നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം രൂപം അവന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നോവ പറയാണ്, ബെയ്സാൻ നിങ്ങൾ വീണ്ടും എന്റെ മുന്നിലേക്ക് വന്നോ, പോ എന്റെ മുന്നിൽ നിന്ന് പോന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആരാണ് ഈ ബെയ്സാൻ? എന്താണ് ഇവന്റെ അടുത്തേക്ക് വന്ന് പറയുന്നത്? ഇതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞ് ശരിക്കും നമ്മുടെ ഈ ഒരു നോവയ്ക്ക് ബോധം വരുമ്പോൾ അവന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ ആ രൂപം എന്ന് വെച്ചാൽ നമ്മുടെ കുമാരിയുടെ അതുപോലെ തന്നെ. കണ്ണ് തുറന്നപാട് ഇവനിപ്പോ ഈ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് കുമാരി എന്ന് വിളിച്ച സമയത്ത് ആ പെൺകുട്ടി പേടിച്ചു പോവാണ്. കുമാരിയോ? ഞാനോ? എന്റെ പേര് കുമാരി എന്നൊന്നുമല്ല, എന്റെ പേര് സോറാണാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന നോവയുടെ കൂട്ടുകാരൻ അവനും വന്നിട്ട് പറയാണ്, എടാ ഞാനും ആദ്യം കരുതിയത് ഇത് കുമാരിയാണെന്നാണ്, പക്ഷെ കുമാരിയുടെ രൂപം മാത്രമേ ഈ പെൺകുട്ടിക്കുള്ളൂ, അവളുടെ പേര് സോറ എന്നാണ്. ഇവരൊരു നാടോടിക്കൂട്ടാണ്. അതുപോലെ തന്നെ നമ്മളെ വഴിയിൽ വെച്ച് ഇവർക്ക് കിട്ടിയതാണ്. ആ സമയത്ത് നമുക്ക് രണ്ടുപേർക്കും ബോധമില്ലായിരുന്നു. ഇപ്പൊ ആ പെൺകുട്ടിയുടെ അച്ഛൻ മൂപ്പൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവരോട് പറയണം, നിങ്ങൾ പേടിയൊന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ വന്നോ. എന്തായാലും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരും ഉപദ്രവിക്കാനൊന്നും വരില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ നോവയും അവന്റെ കൂട്ടുകാരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു വിഷമം പറയാണ് കേട്ടോ. രണ്ട് വംശത്തെ ഓൾറെഡി അവരില്ലാതാക്കി കഴിഞ്ഞു. ഇവരുടെ ഹുവാൻ വംശത്തെയും അതുപോലെ തന്നെ ഡൈസൺ വംശത്തെയും. ഇനി ബാക്കിയുള്ളത് 7 വംശമാണ്. അപ്പൊ അവരുടെ നാടുകളിൽ പോയിട്ട് ഒരു അഭയാർത്ഥിയെ പോലെ ഇനിയുള്ള കാര്യങ്ങൾ ഇവര് ജീവിക്കണം. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇവര് രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഈ പെൺകുട്ടി, അതായത് സോറ വരികയാണ്. അവള് പറയാണ്, അല്ല നിന്റെ രാജകുമാരി എന്നെ പോലെ തന്നെയാണോ? സുന്ദരിയാണല്ലേ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇതൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കാരണം. ദാ നിന്നെ ആരെങ്കിലും തേടി നടക്കുന്നുണ്ടോ? നിന്റെ തലയ്ക്ക് വലിയ വലിയ പാരിതോഷികമാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു നോവയെ ഒരു പിടികിട്ട പുള്ളിയായിട്ട് തന്നെ കാങ്കുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്ര ലക്ഷം സ്വർണ്ണ നാണയം കൊടുക്കാന്ന് വരെ അവർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ ആരും ഒറ്റ കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള പണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാങ്കുവയുടെ ആ ഒരു വംശത്തെ കാണിക്കുകയാണ്. അവരുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലായിട്ട് ഇവരുടെ മന്ത്രവാദിയായിട്ടുള്ള മഹാഗുരു ഇയാളിങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് ചുറ്റും കാവൽ നിന്നിരുന്ന കാവൽക്കാര് പെട്ടെന്ന് മരണപ്പെട്ട് താഴെ വീഴാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അജ്ഞാത ശക്തി പെട്ടെന്ന് വരുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ നോവ നേരത്തെ കാട്ടിന്റെ ഉള്ളിൽ വെച്ച് കണ്ട ഒരു ബെയ്സാൻ ഉണ്ടല്ലോ, ആ രൂപം തന്നെ. ഈ ബെയ്സാൻ ഈ മഹാഗുരുവിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് തന്നെ മഹാഗുരു സ്മെല്ല് ചെയ്യാണ്. അതായത് നീ ഒരു മനുഷ്യനല്ല, നിന്റെ ശക്തി അത് ഈ ലോകത്തിലുള്ളതല്ല, പറ നീ ആരാണ്? ഇതേ സമയത്ത് തന്നെ ബെയ്സാൻ പറയാണ്, ഓഹോ നീ കണ്ടുപിടിച്ചല്ലേ ഞാൻ ആരാണെന്നല്ലേ? ഞാൻ എല്ലായിടത്തും ഉണ്ട്, കാലമാണ്, നിന്റെ വിധിയാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അജ്ഞാത ശക്തിയാണ് ഞാൻ. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് എന്നെ കൊല്ലാം, എന്നെ നശിപ്പിക്കാം. പക്ഷെ നീ അത് ചെയ്യില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു തവണ കൂടെ നീ ആ ഒരു ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നീ മരണപ്പെടും. ശരിയായിരുന്നു, ഈ മഹാഗുരുവിന് ഒരു തവണ കൂടെ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതോടുകൂടി ഇയാൾ സമ്മതിയാവും. എന്തായാലും മഹാഗുരു ഇയാളുടെ ആ ഒരു ചെറിയ പവർ ഉപയോഗിച്ചുകൊണ്ട് ബെയ്സാനെ ആക്രമിക്കാൻ നിൽക്കുന്ന സമയത്ത് ബെയ്സാൻ അവിടെ നിന്ന് മറഞ്ഞു പോവാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു കാങ്കോയിലെ രാജാവുണ്ടല്ലോ, ഇയാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹാഗുരു എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മഹാഗുരു അവനോടൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഇനി ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ പാടില്ല. ആ ചാവി അതുപോലെ തന്നെ മഹാവീരൻ, അവന്റെ രഹസ്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അറിയണം. കാരണം നമ്മുടെ പിന്നിൽ ആരും ഒരാളുണ്ട്. മാത്രമല്ല എന്റെ ശക്തി അത് കൂടുതലായിട്ട് എനിക്കിനി ഉപയോഗിക്കാൻ കഴിയില്ല, ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യം നീ മറ്റാരെയും അറിയിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ രഹസ്യങ്ങൾ തേടി നമ്മൾ പോയേ മതിയാവുള്ളൂ. ആ ഒരു ചാവി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് കാട്ടിലുള്ള നമ്മുടെ നോവയെ കാണിക്കുകയാണ്. അവനെ കണ്ട സമയത്ത് തന്നെ ഈ സോറയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ചുമ്മാ അവനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ നോക്കി അവളിങ്ങനെ സൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്താണ് കുതിരപ്പുറത്ത് ചില ആളുകൾ ഇവരുടെ ഈ ഒരു നാടോടി കൂട്ടത്തെ ആക്രമിക്കുന്നത്. നോക്കുമ്പോൾ ആരാണ്? കൊള്ളക്കാരാണ്. പാവം മൂപ്പരും അദ്ദേഹത്തിന്റെ ആൾക്കാർക്കും ഇതുപോലെയുള്ള കൊള്ള സംഘത്തെ നേരിടാനും കഴിയില്ല. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? നമ്മുടെ നോവയുണ്ടല്ലോ, അവന്റെ പ്രധാന ആയുധം അവന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒരായുധം കയ്യിലേക്ക് എടുക്കാണ്. ആ കൊള്ളക്കാരെ മുഴുവനും വെട്ടി വീഴ്ത്തുന്നുണ്ട്. ഇതിനിടയിൽ നിന്നും നമ്മുടെ നോവയുടെ കയ്യിൽ നിന്നും ഒരു മാല, അതായത് നമ്മുടെ കുമാരി കൊടുത്ത മാലയാണ്, അത് താഴേക്ക് വീണ് അവന് നഷ്ടമാകുന്നുണ്ട്. ഇതിപ്പോ ആര് കാണുകയാണ്? സോറ കാണുകയാണ്. അവള് കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എല്ലാ കൊള്ളക്കാരെയും അവൻ വെട്ടി കൊന്നിട്ടുമുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോ മൂപ്പം വന്നിട്ട് അവനോട് നന്ദി പറയാണ്. പൊന്നു മോനെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കൂട്ടം തന്നെ ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് നന്ദിയുണ്ടാ. ഇതേ സമയത്ത് തന്നെ നോവ നമ്മുടെ സോറയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ മാല തരാൻ പറയുന്നുണ്ട്. സോറ പറയാണ് അത് പെട്ടെന്നൊന്നും തരാൻ പറ്റില്ല, ഒന്ന് കാത്തിരിക്കുന്നു. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാങ്കുവ രാജാവിനെ കാണിക്കുകയാണ്. ഇയാള് മകനായിട്ടുള്ള ചിയാനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ രഹസ്യം പറയാണ്, അതായത് നമ്മുടെ ഗുരുവിന് ഒരു തവണ കൂടി ആ ഒരു ശക്തി ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ രഹസ്യം മറ്റാരും അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വംശത്തിന് നമ്മുടെ വംശത്തോടുള്ള ആ ഒരു പേടി ബഹുമാനം ഇതൊക്കെ ഇല്ലാതെയാവും. അതുകൊണ്ട് ആരോടും പറയാൻ പാടില്ല എന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഈ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന കാങ്കുവയിലെ പട്ടാളക്കാരി തന്നെ കേൾക്കുകയാണ്. ഒന്നും ആലോചിച്ചില്ല, മിന്നൽ വേഗത്തിൽ പോയിട്ട് ആ പട്ടാളക്കാരെ മുഴുവനും ഈ കാങ്കുവ രാജാവ് വെട്ടിക്കൊന്നുകളയാണ്. ഇത് കണ്ട് ഞെട്ടിത്തരിശിക്കുന്ന ചെയ്യാൻ ചോദിക്കുകയാണ്, അച്ഛാ നിങ്ങൾ എന്തേ ചെയ്തത്? ഇത് ഞങ്ങളുടെ ആൾക്കാരില്ലേ? ഇപ്പൊ കാങ്കുവ രാജാവ് പറയാണ്, ആരായാലും ശരി രഹസ്യങ്ങൾ ഒരു രീതിയിലും പുറത്താകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ചാവി കണ്ടുപിടിച്ചേ മതിയാവും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഈ നോവ അതുപോലെ തന്നെ സോറ, മൂപ്പൻ ഇവരുടെ ഒരു കൂട്ടമുണ്ടല്ലോ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗ്രാമമെല്ലാം അത്യാവശ്യം വലിയൊരു പട്ടണം തന്നെയാണ്. ഫെന്യോ, ഇതാണ് ആ ഒരു
പട്ടണത്തിന്റെ പേര്. ഈ പട്ടണത്തിന്റെ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് കാങ്കുവയുടെ കൊട്ടാരം ഉള്ളത്, അതുപോലെ തന്നെ അവരുടെ ആൾക്കാരും ഉള്ളത്. എന്തായാലും ഈ പട്ടണത്തിലേക്ക് എത്തി. അവിടെ ഒരു കടയുണ്ടായിരുന്നു. ഈ കടയുടെ മുന്നിൽ എത്തിയ സമയത്ത് സോറ പറയാണ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആയുധങ്ങൾ ഈ കടയിൽ നിന്ന് കിട്ടും, നമുക്കൊന്ന് പോയിട്ട് ചോദിച്ചു നോക്കിയാലോ. ഇതേ സമയത്ത് തന്നെ ഇവര് കടയിൽ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നോവ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് പോരാളികളുണ്ട്. ഈ പോരാളികൾ നമ്മുടെ നോവയെ കുറച്ച് രൂക്ഷമായിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ നോവയൊന്നും ചെയ്യുന്നില്ല. ഇതേ സമയത്തിന് ഈ കടയിലേക്ക് കുറച്ച് കള്ളുകൂടിയനായിട്ടുള്ള ഒരാൾ ഒരു വാളുമായിട്ട് വരികയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ കച്ചവടക്കാരന്റെ ജോലിക്കാരനോട് പറയാണ്, ഇത് മഹാവീരൻ ഉപയോഗിച്ച കോടാലിയാണ്, ഇതെടുത്ത് അതിന്റെ വില എനിക്ക് തരണം എന്ന് പറയാണ്. അതൊന്നും പറ്റില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ നോക്കണ്ട എന്നിപ്പോ അവിടെ ജോലി ചെയ്യുന്ന ആള് പറഞ്ഞ സമയത്ത് ഈ കള്ളുകൂടിയും വാദിക്കുകയാണ്. ഇതേ സമയത്തിന് ഈ കടയുടെ ഓണർ ഉണ്ടല്ലോ, കണ്ടാൽ തന്നെ കുറച്ച് പ്രൗഡായിട്ടുള്ള ആളാണ്, വെറുതെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നോക്കണ്ട, ഇത് കണ്ടാൽ അറിയാം പക്കാ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഇതെടുത്ത് ഒറ്റ കൈ കൊണ്ട് ഒരു ഏറ്റ എറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയാണ്, ഇതിന് ഒരു തുച്ഛമായിട്ടുള്ള കാശ് വരും, അതും മേടിച്ച് പൊയ്ക്കോന്ന് പറയണം. ഇയാളൊന്നും മിണ്ടാത്തൊരു മൂലക പോയിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോവ, സോറ ഇവര് രണ്ടുപേരും വന്നിട്ട് ഇയാളോട് സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ആയുധം വേണം, പക്ഷെ കാശൊന്നുമില്ല, പിന്നെ തരാമോ. ഇതേ സമയത്തിന് ഈ കച്ചവടക്കാരൻ പറയാണ്, കാശില്ലെങ്കിൽ തിരിഞ്ഞു വിട്ടോ സാധനം തരില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ശരി എന്നാ വേണ്ടെന്ന് പറഞ്ഞിട്ട് നോവ തിരിഞ്ഞു കിടക്കുമ്പോൾ ഈ കടയിൽ തന്നെ കുറച്ച് പോരാളികൾ ഇരിക്കുന്നുണ്ടല്ലോ, ലേഡീസാ തോന്നുന്നു. ഇവര് നോക്കിയിട്ട് ഇപ്പൊ നോവ് പറയാണ്, എന്താണ് എന്നോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ലേ, എന്നെ പിടിച്ചു കിട്ടുന്നില്ലേ, എന്നെ കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടില്ലേ, എന്താ ഫൈറ്റ് ചെയ്യാൻ വരുന്നില്ലേ, പേടിയാണ് നിങ്ങൾക്ക്. ഒറ്റൊരാളും അനങ്ങുന്നില്ല കേട്ടോ. ഇതും പറഞ്ഞ് നമ്മുടെ നോവ് പോവാൻ നിൽക്കുന്ന സമയത്ത് ഈ കടയത്തെ ആള് വിളിക്കാണ്, നീ നിൽക്ക അവിടെ എന്ന് പറയാണ്. എന്താ കാര്യം ചോദിച്ചപ്പോ നോവയുടെ ഈ ഒരു ധീരതയുണ്ടല്ലോ, ആ ഒരു ധൈര്യം, ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇയാള് പറയാണ്, നിനക്കുള്ള ആയുധം ഞാൻ തരാന്ന്. ഒരു കുന്തം എടുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല ആ ഒരു കുന്തത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇത് ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല, ഈ കുന്തത്തിനെ ആർക്കും തെരഞ്ഞെടുക്കാൻ കഴിയില്ല, ആ കുന്തമായിട്ടാണ് ഒരാളെ തെരഞ്ഞെടുക്കുള്ളൂ. നിന്നെപ്പോലുള്ള ധീരന്മാർക്ക് മാത്രമേ ഈ ആയുധം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ആ ഒരു കള്ളൂടെയും പറയാണ്, ആഹാ വഴി പോകുന്നവർക്കൊക്കെ ഇതുപോലെ ഓരോന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും, ഞാനൊരു ഇച്ചിരി കാശ് ചോദിച്ചപ്പോൾ നിനക്ക് തരാൻ പറ്റില്ല അല്ലേ. ഇത് കേട്ട സമയത്ത് ഈ കടക്കാരന് ദേഷ്യം വരികയാണ്. ഇവൻ ഇറങ്ങി വരികയാണ്, ഇവന്റെ നെഞ്ചത്ത് നോക്കി ഒരു ഏറ്റ ചവിട്ട് കൊടുക്കുകയാണ്. എന്റെ കടയിൽ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യൂടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ചവിട്ടും കൊണ്ട് പുറത്തേക്ക് വീണ് ഇയാൾ നേരെ ഇറങ്ങി ഓടുന്നത് കാങ്കുവയുടെ കൊട്ടാരത്തിലേക്കാണ്. അവരോട് കാര്യങ്ങൾ പറയാണ്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ നോവ, അവൻ ഈ കടയിലുണ്ട്, ഇപ്പൊ പോയാൽ കിട്ടുമെന്ന് പറയാം. വേഗം തന്നെ ഈ ചിയാൻ രാജകുമാരനും കുറച്ച് പട്ടാളക്കാരും കൂടെ നേരെ ഈ കടയിലേക്ക് എത്തുകയാണ്. ആഹാ നീ ഇപ്പോഴും ചത്തിലല്ലേ, ജീവനോടുണ്ടല്ലേ, മര്യാദക്ക് ആ ഒരു ചാവി അവിടെ തന്നിട്ടില്ലെങ്കിൽ കഴുത്ത് ഇറക്കെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഇവരുടെ ഇടയിലേക്ക് ഈ കടക്കാരനുണ്ടല്ലോ, ഇയാൾ വന്നങ്ങ് നിൽക്കുകയാണ്. ഈ കടയിൽ വെച്ച് ഒരു തല്ലും ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് ഇനി പറയണം. ഇത് കേട്ടപ്പോ ചെയ്യാൻ ചോദിക്കുകയാണ്, അത് പറയാൻ നീ ആരാടാന്ന് പറഞ്ഞിട്ട് ഇവൻ തർക്കിക്കാൻ നിൽക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു നിഞ്ച വരികയാണ്. ചിയാൻ രാജകുമാരനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ കടക്കാരനോട് അങ്ങനെ ക്ഷമ ചോദിക്കുകയാണ്. പൊറുക്കണം, അറിയാതെ പറ്റിപ്പോയതാന്ന് പറയാണ്. ഇപ്പൊ ചെയ്യാൻ ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാണ് ഇവനോട് ക്ഷമ പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ നിഞ്ച പറയാണ്, ഇതൊരു സാധാരണക്കാരനല്ല, നമ്മുടെ നാട്ടിൽ ആളുകൾ തല്ലിച്ചാവുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാതിരിക്കാൻ വേണ്ടി ഇവരുടെ ഇടയിൽ കരാറുണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു സമാധാനം നിലനിർത്തിയ ആളാണ്, നിസാരക്കാരനല്ല, മുട്ടാൻ പറ്റില്ല, മിണ്ടാതിരുന്നോ എന്ന് പറയാണ്. എന്തായാലും ചെയ്യാനും ഇപ്പൊ ഇവിടെ വെച്ച് ഈ കടക്കാരനോട് സോറി പറയുന്നുണ്ട്. പിന്നെ നേരെ കടയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല പുറത്തിറങ്ങിയ സമയത്ത് ചെയ്യാൻ ഒരു മെസ്സേജ് കിട്ടുകയാണ്. നമ്മുടെ ഈ ഒരു നോവയുണ്ടല്ലോ, ഇവന്റെ കൂട്ടുകാരൻ ഒരുത്ത മാത്രമല്ല ബാക്കിയുള്ളൂ, അവൻ ഇവര് പൊക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവനെ വെച്ച് വില ഭീഷം. ഇതേ സമയത്ത് തന്നെ ചെയ്യാനും ഉള്ളിലുണ്ടായിരുന്ന നോവയെ നോക്കിയിട്ട് ഉറക്കനെ വെല്ലുവിളിക്കുകയാണ്. മര്യാദക്ക് ആ ഒരു ചാവിയുമായിട്ട് ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വന്നാൽ നിന്റെ കൂട്ടുകാരനെ ജീവനോട് കിട്ടും. ഇതും പറഞ്ഞ് ഇവര് പോകാൻ നിൽക്കുമ്പോൾ ആ ഒരു കള്ളൂടിയനുണ്ടല്ലോ നേരെ ചെയ്യാന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്വർണ്ണ നാണയം അത് കിട്ടി എനിക്ക് അങ്ങ് പോവായിരുന്നു, സ്വർണ്ണ നാണയല്ലേ ഞാൻ ഇപ്പൊ തരാം. ഇതും പറഞ്ഞ് വാളെടുത്ത് ഒരേറ്റ വീശിലാണ്. കള്ളുകൂടിയന്റെ തല രണ്ട് കഷ്ണമായി പോകുന്നുണ്ട്. എനിക്കുണ്ടായ അപമാനത്തിന് ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ, അതായത് ആ കടക്കാരനോട് ക്ഷമയും പറഞ്ഞ് ഇറങ്ങിയതാണ് ചെയ്യാൻ, അതിന്റെ ആ ഒരു ദേഷ്യമാണ്. എന്തായാലും ഇതിനുശേഷം നേരെ കൊട്ടാരത്തിലേക്ക് പോയ ചെയ്യാനും അതുപോലെ തന്നെ കാങ്കുയിലെ രാജാവും ഈ നിഞ്ചയും ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. കാരണം അധികം വൈകാതെ നോവ ഇങ്ങോട്ടേക്ക് വരും. പറഞ്ഞതുപോലെ തന്നെ സോറയെ സേഫ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് നോവ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് അവന്റെ കൂട്ടുകാരൻ അവൻ എവിടെയെന്ന്. എന്നാൽ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മതിലിന്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. കൂട്ടുകാരനല്ലേ ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു കയറ് വെട്ടി മുറിച്ചിടുകയാണ്. പാവം നമ്മുടെ കൂട്ടുകാരൻ ചെക്കൻ താഴേക്ക് വീഴുകയാണ്. അപ്പൊ തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇവരുടെ പദ്ധതി എന്താ വെച്ചാൽ ഇങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും നോവയെ വരുത്തുക, ഇവിടെ വെച്ച് വെട്ടിക്കൊന്ന് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ചാവി എടുക്കുക. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ നോവയെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. എന്നാൽ നോവയ്ക്കാണെങ്കിൽ പഴയതുപോലെ ശക്തിയില്ല, അവന്റെ ആ ഒരു ആയുധം ശരിക്കുള്ള ആയുധം നഷ്ടമായിട്ടുണ്ട്. ഒരു വിധത്തിൽ അവൻ തോറ്റു അല്ലെങ്കിൽ മരണപ്പെടാനായി എന്നൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് പെട്ടെന്ന് എവിടുന്നാന്ന് അറിയില്ല ഒരു മാന്ത്രിക ശക്തി അല്ലെങ്കിൽ ഒരു മന്ത്രവാദി പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതൊരു സ്ത്രീ ആയിരുന്നു. അവിടുന്ന് അതിവേഗത്തിൽ നോവയുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഈ മന്ത്രവാദി പോകുന്നുണ്ട്. ഈ മന്ത്രവാദിയോട് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ മന്ത്രവാദി പറയാണ്, ഞാൻ ആരുമല്ല, ഒരു പാവപ്പെട്ട മന്ത്രവാദിയാണ്, നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ മന്ത്രവാദി പറയാണ്, നിന്റെ വംശം ഉണ്ടല്ലോ, ആ വംശം ഒരു സമയത്ത് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ വംശത്തിലെ അവസാനത്തെ ആളായിട്ടുള്ള നിന്നെ രക്ഷപ്പെടുത്തല് എന്റെ കടമയല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാങ്കോവ രാജാവും അതുപോലെ തന്നെ ചെയ്യാനും നിഞ്ചയും എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ബാക്കിയുള്ള 7 വംശത്തിലെ ആൾക്കാരുണ്ടല്ലോ അവരും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ആ ഒരു മോതിരം ആ ഒരു ചാവി ഇത് ആവശ്യമാണ്. എന്തിനാണ്? മഹാവീരന്റെ ആ ഒരു രഹസ്യം അറിയാനായിട്ട്, അവന്റെ ആ ഒരു ശക്തി എടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് മഹാഗുരു ഉണ്ടല്ലോ ഇയാളുടെ ഉള്ളിൽ നിന്നും ഒരു ഉൾവിളി വരികയാണ്,
പറയാണ്, അന്ന് രാത്രി മഹാഗുരുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോയില്ലേ പെയ്സാൻ, അങ്ങനെ ഒരു ശക്തി, ആ ശക്തി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായപ്പോ ഇതേ സ്ഥലത്തേക്ക് പെട്ടെന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ് മഹാഗുരു. മഹാഗുരുവിനെ കണ്ട സമയത്ത് തന്നെ മന്ത്രവാദിയായിട്ടുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ മഹാഗുരുവിനെ നോക്കിയിട്ട് പറയാണ്, ഗുരു നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തിയൊന്നും ഇപ്പോൾ ഇല്ലല്ലേ, ഒരു വട്ടം കൂടിയേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമല്ലേ, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധിയാണല്ലേ. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള വംശക്കാര് കേൾക്കുകയാണ്. ഇത് കേട്ട സമയത്ത് എല്ലാവരും കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ഏയ് കാങ്കുവിലെ രാജാവേ, അപ്പൊ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചല്ലേ, ഇനി മുതൽ നിങ്ങൾ എന്ത് വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തും, ഞങ്ങൾ എന്ത് വെച്ച് പേടിപ്പിക്കും, നിങ്ങൾക്ക് ഇനി ഒരു പിടിവള്ളി ഇല്ലല്ലേ. അങ്ങനെ എല്ലാവരും ഇവരെ കളിയാക്കുകയാണ്. ഇനി ഒരു രീതിയിലും കാങ്കുവിയുടെ കീഴിലായിട്ട് ബാക്കി ആരും നിൽക്കില്ല എന്ന്. ഇതേ സമയത്ത് തന്നെ കാങ്കുവിലെ രാജാവിനോട് മഹാഗുരു പറയാണ്, ഇവിടെ വെച്ച് നമ്മളൊരു പോരാട്ടത്തിനല്ല നിൽക്കേണ്ടത്, അതിന് പകരമായിട്ട് ഇവരോടൊരു കരാർ ഉണ്ടാക്കുന്നു. ഇതേ സമയത്ത് തന്നെ കാങ്കുവിലെ രാജാവ് എല്ലാവരോടും ഉറക്കനെ വിളിച്ചു പറയാണ്, ദാ ഈ നിൽക്കുന്ന ഹുവാൻ വംശത്തിൽപ്പെട്ട നോവയുണ്ടല്ലോ, ഇവന്റെ കയ്യിലായിട്ട് ഒരു ചാവിയുണ്ട്, അതിലൂടെ മഹാവീരന്റെ എല്ലാ രഹസ്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നിധികളും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അത് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരുപോലെ എടുത്തൂടെ, ഷെയർ ചെയ്തെടുത്തൂടെ, ആ ഡീലിന് നിങ്ങൾ ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള എല്ലാ വംശത്തിലെ ആൾക്കാരും എല്ലാവരും ആർത്തി പൂണ്ട ആൾക്കാരാണ്, ഇവരിതിന് ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ വംശവും ഇപ്പോ ഈ ഒരു കാങ്കുവിയുടെ രാജാവിന്റെ കൂടെയാണ്. എന്തായാലും ഇവരെ എതിർത്തുകൊണ്ട് നമ്മുടെ നോവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആകെ മനസ്സും അടുത്ത് എന്താ വെച്ചാൽ കാട്ടിക്കോ, ആർത്തി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് നോവ ആ ഒരു ചാവി അല്ലെങ്കിൽ ആ ഒരു മോതിരം അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മരിച്ചുപോയ അവന്റെ കൂട്ടുകാരന്റെ ആ ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. ഇപ്പൊ നോവ ഭയങ്കര വിഷമത്തിലാണ്, ഭയങ്കര ഡിപ്രഷനായി നിൽക്കുകയാണ്. കാരണം സഹായിക്കാനായിട്ട് ഇനി ആരുമില്ല, ഒരു വംശവും അവന്റെ കൂടെ നിൽക്കില്ല, ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് നമ്മുടെ സോറ വരുന്നുണ്ട്, ഒരുപാട് സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നോവ പറയാണ്, എന്റെ കൂടെ ഇനി ആരുമില്ല, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു പോയി, ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. ഇപ്പൊ സോറ പറയാണ്, നീ അങ്ങനെ വിചാരിക്കണ്ട, നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകും, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം, നിന്റെ വംശത്തെ നീ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ ഞങ്ങളെ കാണാൻ പറ്റിയെങ്കിൽ നീ അങ്ങോട്ടേക്ക് വാ, കുറച്ചു നേരം ഞങ്ങൾ അവിടെ കാത്തിരിക്കും, ഞാൻ എന്തായാലും നിന്നെ പ്രതീക്ഷിച്ചിരിക്കും, നീ വരാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സോറ ഇവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സോറയും അവളുടെ ആ ഒരു നാടോടി കൂട്ടവും കൂടെ നമ്മുടെ നോവയെ കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുറച്ച് അകലെയായിട്ട് കുതിരപ്പുറത്ത് ആരോ ചില ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് വ്യക്തമാകുന്നില്ല. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ നമ്മുടെ നോവയെ കാണിക്കുകയാണ്. മരിച്ചുപോയ കൂട്ടുകാരന്റെ ഡെഡ് ബോഡി ഉണ്ടല്ലോ അത് മറവ് ചെയ്തിട്ട് സോറ പറഞ്ഞ അവളുടെ ആ ഒരു നാടോടി കൂട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് നോവ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന മൂപ്പൻ ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ട് കിടക്കുകയാണ്. മൂപ്പന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയ സമയത്ത് അദ്ദേഹം മരിച്ചിട്ടില്ല, പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ മരണപ്പെടും. ആ സമയത്ത് മൂപ്പൻ അവസാനമായിട്ട് ഇവനോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവരോട് ഇങ്ങനെ ചെയ്തത് കാങ്കോയിലെ ആൾക്കാരാണ്, മാത്രമല്ല നമ്മുടെ സോറയെ അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് നീ അവളെ പോയിട്ട് രക്ഷിക്കുമെന്ന് മൂപ്പൻ ഇപ്പൊ നമ്മുടെ നോവയോട് പറയാണ്. അതോടൊപ്പം തന്നെ മൂപ്പൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. അവന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ നോവ ഇപ്പോ ഈ ചിയാൻ രാജകുമാരന്റെ ആ ഒരു താവളുണ്ടല്ലോ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയ സമയത്തിന് ചിയാൻ രാജകുമാരൻ അവളുടെ അതായത് സോറയുടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുകയാണ്. ഇവർക്ക് വേണ്ടത് ഈ സോറയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നാടോടി കൂട്ടത്തെ ആയിരുന്നില്ല, സോറയെ വെച്ച് നോവയെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാൻ വേണ്ടി തന്നെയാണ് ചിയാൻ രാജകുമാരൻ ഇങ്ങനെ ചെയ്തത്. എന്തിനാണെന്നല്ലേ, അതായത് ഇത്രയൊക്കെ ചെയ്തിട്ടും നോവയെ കൊല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതൊരു അപമാനമാണ്. അതുപോലെ തന്നെ അച്ഛന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ ചിയാന് ഈ നോവയെ കൊല്ലണം. അതിനുവേണ്ടി സോറയെ ചൂണ്ടയിലെ ഒരു ഇരയായിട്ടാണ് അവർ പിടിച്ചത്. എന്തായാലും ഇവിടെ വെച്ച് ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. മാത്രമല്ല ഈ ചിയാൻ രാജകുമാരന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ ഇവരുടെ ശക്തിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വാള്, മാന്ത്രിക വാൾ ഉണ്ടാക്കിയിട്ട് അതിപ്പോ നമ്മുടെ നോവയുടെ അടുത്തേക്ക് അയക്കുകയാണ്. എന്നാൽ നോവയും അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് ആ വലിയ വാളിനെ ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വെച്ചിട്ട് യുദ്ധം ചെയ്യാനോ പോരാടാനോ അല്ല ഇപ്പൊ നോവ നോക്കുന്നത്. ഇതിന്റെ ഇടയിൽ സോറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അത് കരുതിയിട്ട് ഇപ്പോ യുദ്ധം ചെയ്യാത്ത അവളുമായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെ ചെയ്യാനും അവന്റെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന നോവ സോറ രണ്ടുപേരും വലിയൊരു കൊക്കയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഒരു വഴിയില്ല. ഇപ്പൊ നോവ പറയാണ് ചാടിക്കുമെന്ന്. എന്തോന്ന് അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഒറ്റയടിക്ക് അങ്ങനെ എടുത്ത് ചാടാൻ പറയില്ലല്ലോ. എന്തായാലും പിന്നാലെ വന്ന് ചെയ്യാൻ വന്ന് നോക്കുമ്പോൾ ഇവർ ഈ കൊക്കയിലേക്ക് വീണു. അപ്പൊ ഈ നോവ മരണപ്പെട്ടു എന്ന് തന്നെ അവൻ വിചാരിക്കുകയാണ്. അങ്ങനെ നേരെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ അച്ഛനും ആൾക്കാരും ബാക്കിയുള്ള ആ ഒരു മഹാഗുരു ഇവരെല്ലാവരും ഇപ്പൊ ആ ഒരു വലിയ ഗുഹയുടെ മുന്നിലാണ്, അത് തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇവരുടെ കയ്യിലാണല്ലോ ആ ഒരു ചാവി ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയ ഈ ഒരു ചിയാൻ രാജകുമാരൻ ഈ വില്ലനോട് അതായത് കാങ്കോയുടെ രാജാവിനോട് പറയാണ്, അച്ഛാ ഞാൻ അവനെ കൊന്നു. ഇത് കേട്ട സമയത്ത് അയാൾക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. മോനെ നീ എന്റെ അഭിമാനം കാത്തട, കൊന്നല്ലേ അവനെ, നന്നായി, ഇനി നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു ഗുഹയിലേക്ക് പോവാന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു ഗുഹയുടെ വാതിൽ ഇവർ തുറന്നു കഴിഞ്ഞു. ഇപ്പോ ഈ കാങ്കോയുടെ രാജാവ് പറയാണ്, ഇതിപ്പോ തുറക്കാൻ ഉപയോഗിച്ച ഈ ഒരു ചാവി ഉണ്ടല്ലോ അത് പുറത്തു നിൽക്കുന്ന ആൾക്കാർ ഭദ്രമായിട്ട് അവരുടെ കയ്യിൽ തന്നെ വെക്കണം. ഇനി അഥവാ ഇതിന്റെ വാതിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ വാതിൽ തുറക്കണം. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർ ഈ മഹാഗുരു പിന്നെ കാങ്കോയുടെ രാജാവ് ചിയാന് അതുപോലെ തന്നെ നിഞ്ച ഇവര് നേരെ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ മഹാഗുരു നോക്കുന്ന സമയത്ത് ഈ ഗുഹയുടെ രണ്ട് ഭാഗത്തായിട്ട് നീല നിറത്തിൽ ചെറുതായിട്ട് മിന്നുന്ന എന്തൊക്കെയോ ചില പ്രാണികളെയും അതുപോലെ തന്നെ ചെടിയും കാണുന്നുണ്ട്. മഹാഗുരു എല്ലാവരോടും പതിയൊന്ന് നടക്കാൻ പറയുന്നുണ്ട്. മാത്രമല്ല പട്ടാളക്കാർ മുന്നിൽ അങ്ങനെ പോവുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. മഹാഗുരു വിചാരിച്ചതുപോലെ തന്നെ ആ ചെടികൾ അതൊരു ട്രാപ്പായിരുന്നു. അതിൽ ആ ഒരു പൊടികൾ അല്ലെങ്കിൽ ആ ഒരു പ്രാണികൾ മുന്നിൽ നടന്നുപോയ ആൾക്കാരുടെ ദേഹത്ത് വീണ സമയത്ത് അവര് മുഴുവൻ അവിടെ വെച്ച് വെന്തുരുകി ഇല്ലാതാവുകയാണ്.
എന്തായാലും സ്വന്തം ആൾക്കാരെ കൊലക്ക് കൊടുത്തുകൊണ്ട് ഇവര് രക്ഷപ്പെടുകയാണ്. ഇതിനുശേഷം ഗുഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു അറയുടെ ഉള്ളിലേക്ക് ഇവരെല്ലാവരും കയറി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോവ വിചാരിച്ചതുപോലെ തന്നെ മരണപ്പെട്ടിട്ടില്ല. സോറി സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചതിന് ശേഷം അവനും വന്നിരിക്കുകയാണ് ഈ ഒരു വലിയ ഗുഹയുടെ മുന്നിലേക്ക്. ഇവനെ നേരിട്ട് കണ്ട സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന കാങ്കുവിലെ ആൾക്കാർ പേടിച്ചു പോകുന്നുണ്ട്. കാരണം ഇവനെ ഒറ്റയടിക്ക് ഇവരെ പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങനെ തോപ്പിക്കാനൊന്നും കഴിയില്ല. എന്തായാലും കുറച്ചുപേര് യുദ്ധം ചെയ്തെങ്കിലും ബാക്കിയുള്ളവർ മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവരുടെ കയ്യിലാണല്ലോ ആ ഒരു ചാവി ഉള്ളത്. ഇത് ഇവരുടെ കയ്യിൽ നിന്നും മേടിച്ച് ഗുഹയുടെ ഉള്ളിലേക്ക് ഇപ്പൊ നോവ കയറി ചെല്ലുകയാണ്. അതോടൊപ്പം തന്നെ ഗുഹ അടഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നോവയ്ക്ക് എന്തോ ഒന്ന് ഫീൽ ആവുകയാണ്. അവന്റെ ശരീരത്തിൽ ആരോ പിടിക്കുന്നത് പോലെ. അങ്ങനെ വേഗത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു തടസ്സം പോലെ. അങ്ങനെ പയ്യെ പയ്യെ അവൻ ആ ഒരു അറയുടെ ഉള്ളിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇവനെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും വല്ലാത്തൊരു തടസ്സത്തിൽ നിൽക്കുന്നത് പോലെ. ഇവർക്ക് അനങ്ങാൻ കഴിയുന്നില്ല. എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള ശക്തി ഇവരെ കെട്ടിയിട്ടതുപോലെ. പിന്നീടാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഇവരെല്ലാവരും ആ ഒരു മഹാവീരന്റെ ആ ഒരു രഹസ്യത്തിന്റെ അടുത്താ വന്ന് നിൽക്കുന്നത്. ആ രഹസ്യം ഒറ്റയടിക്കുന്ന മാർക്കും കിട്ടാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു രഹസ്യമായിട്ടുള്ള ചങ്ങലകളുണ്ട്. അത് ഇവർക്ക് കാണാനും കഴിയില്ല. ആ ചങ്ങലയാണ് ഇവരെ എല്ലാവരും പൊതിഞ്ഞു കെട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് അനങ്ങാൻ കഴിയാത്തത്. മാത്രമല്ല ഇവിടെ വെച്ചൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ ഒരു മഹാവീരന്റെ ആ ഒരു ഇന്നർ സോൾ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവുമായിട്ട് ഇവിടെയുള്ള ആരെങ്കിലും ഒരാളുടെ ആത്മാവ് പോരാടണം, അല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്ത് തോപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിന്നും ഇനി രക്ഷപ്പെടാൻ കഴിയുള്ളൂ. എന്തായാലും മഹാവീരനോട് യുദ്ധം ചെയ്യാനായിട്ട് ആർക്കും ധൈര്യം വരുന്നില്ല. അവസാനം നമ്മുടെ നോവ തന്നെ മുന്നോട്ടേക്ക് വരികയാണ്. അവന്റെ ഉള്ളിൽ ആ ഒരു ആത്മാവിന്റെ ശക്തി ഉപയോഗിക്കുകയാണ്. ആ മഹാവീരൻ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നോവ ജയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ചങ്ങല അതില്ലാതാവുകയാണ്. മാത്രമല്ല ഇവരെല്ലാവരും പൊടുന്നനെ മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആവുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാട്. എന്നാൽ അതൊരു സാധാരണ കാടല്ല, ഒരു മാന്ത്രിക കാടാണ്. എല്ലാവരും ഇതേ കാട്ടിൽ തന്നെ വന്ന് വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിലെ ചില പട്ടാളക്കാര് എന്തോ ഒരു മൃഗം ആക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് നിഞ്ച ഈ പോരാളി വന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ഒരു പട്ടാളക്കാരൻ പറയാണ്. അതായത് ഈ കാട് അതൊരു ട്രാപ്പാണ്, ഇവിടെ എന്തോ ഒരു മൃഗമുണ്ട്. അതേ സമയത്ത് തന്നെ നോവയെ കാണിക്കുകയാണ്. അവനും ആ ഒരു ഭയത്തിൽ ആ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് വലിയൊരു ചെന്നായ അവന്റെ മുന്നിലൂടെ പോകുന്നുണ്ട്. എന്നാൽ ആ ചെന്നായ അവനൊന്നും ചെയ്യുന്നില്ല, അവനൊന്ന് നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതേ സമയത്ത് തന്നെ നോവ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം അല്ലെങ്കിൽ ആ ഒരു താക്കോല് ഇതെടുത്ത് നോക്കുന്ന സമയത്ത് അത് തിളങ്ങുന്നുണ്ട്. അതായത് ഈ താക്കോലുള്ള ആളെ ഈ ജീവി ഒന്നും ചെയ്യില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോവയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. ചുമ്മാ അവനൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്. ശബ്ദം കേട്ടുന്ന ഭാഗത്തേക്ക് ബാക്കിയുള്ള ആൾക്കാർ വരുമല്ലോ. അപ്പൊ ഇതുപോലെ ശബ്ദം ഉണ്ടാക്കിയ സമയത്ത് ഈ കാങ്കുവിയുടെ രാജകുമാരൻ അതായത് ചെയ്യാൻ ആ ഒരു ട്രാപ്പിൽ പെട്ടുപോവാണ്. അത് അച്ഛനായിരിക്കുമെന്ന് കരുതിയിട്ട് അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് പോകേണ്ട, അതൊരു ട്രാപ്പാണ്, അപകടമാണ് എന്നൊക്കെ ഈ നിഞ്ച പറയുന്നുണ്ടെങ്കിലും അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയാണ്. അതേ സമയത്ത് ആ ഒരു ചെന്നായ അവന്റെ ദേഹത്തേക്ക് എടുത്തു ചാടുന്നുണ്ട്. എന്നാൽ കുമാരനെ രക്ഷപ്പെടുത്താനായിട്ട് കുമാരനെ തള്ളിയിട്ട് ഇതിന്റെ മുന്നിലേക്ക് ഈ ഒരു നിഞ്ച എടുത്തു ചാടുകയാണ്. അവൻ മരണപ്പെട്ടു പോയി. എന്തായാലും ചെയ്യാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. നേരെ ഇപ്പൊ എത്തിപ്പെട്ടത് അവന്റെ അച്ഛന്റെ മുന്നിൽ, അതായത് കാങ്കുവിയുടെ രാജാവിന്റെ മുന്നിലാണ്. അങ്ങോട്ട് തന്നെ ഇപ്പൊ നമ്മുടെ നോവ എത്തിയിട്ടുണ്ട്. നോവയുടെ കയ്യിലാണെങ്കിൽ ഒരു ആയുധം കൊണ്ട് വേറി പിടിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ട സമയത്ത് കാങ്കുവിയുടെ രാജാവ് പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് എന്റെ മോനൊന്നും ചെയ്യരുത്, ചെയ്തതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്, ഞാൻ എല്ലാം ഇവിടെ വെച്ച് നിർത്താം. എന്നാൽ നോവ ഇതൊന്നും നോക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു പോർട്ടൽ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു വാതിൽ രൂപപ്പെടുകയാണ്. മറ്റെങ്ങോട്ടോ ഉള്ളൊരു വാതിലാണ്. പെട്ടെന്ന് കാങ്കുവിയുടെ രാജാവ് അതിന്റെ ഉള്ളിലേക്ക് ചെയ്യാന്റെ അടുത്ത് ഓടി രക്ഷപ്പെട്ട് കയറാൻ പറയുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന അവന്റെ അടുത്തേക്ക് വെറി പിടിച്ചുകൊണ്ട് ആയുധവുമായിട്ട് നോവ വരികയാണ്. ഇയാളുടെ മുന്നിൽ വെച്ച് ക്രൂരമായിട്ട് തന്നെ നോവ ചെയ്യാനെ വെട്ടിക്കീറി കൊല്ലുന്നുണ്ട്. എന്തായാലും കാങ്കുവിയുടെ രാജാവ് അവിടെ വെച്ച് അലറി വിളിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഇയാൾ വിചാരിക്കുകയാണ് ഈ കാട്ടിൽ നിന്നിട്ട് എന്താ കാര്യം, ആ ഒരു പോർട്ടലിലൂടെ ഉള്ളിലേക്ക് പോകാന്ന് വരുത്തിയിട്ട് അത് മൂടുന്നതിന് മുന്നേ ഓടിച്ചെന്ന് അതിന്റെ ഉള്ളിലേക്ക് ഇയാൾ കയറുകയാണ്. അപ്പോഴേക്കും അത് അടഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ആ വാതിലിലൂടെ ഇയാൾ കടന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു അറയിലേക്ക് എത്തുകയാണ്. അവിടെ തന്നെ ഈ കാങ്കുവിയുടെ രാജാവിന്റെ കൂടെ വേറെയും വംശത്തിൽപ്പെട്ട ആൾക്കാർ വന്നിട്ടില്ലേ, ഇവരും ആ ഒരു സ്ഥലത്തുണ്ട്. എന്നാൽ ഈ ആൾക്കാരൊക്കെ വല്ലാത്തൊരു രീതിയിൽ അനങ്ങാതെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ തലയുടെ മുകളിൽ നിന്നും ഒരു പ്രകാശം പതിയെ പതിയെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതേ അവസ്ഥയിലേക്ക് തന്നെ കാങ്കുവിയുടെ രാജാവ് മാറുകയാണ്. ഇപ്പൊ ആ ഒരു മാന്ത്രിക കാട്ടിൽ ആരാ ഉള്ളത്, നമ്മുടെ ഈ ഒരു നോവ മാത്രമേ ഉള്ളൂ. അവൻ ഒറ്റയ്ക്കാണ്. അവൻ ഒറ്റയ്ക്കായി, അവൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇതേ സമയത്ത് അവന്റെ മുന്നിലേക്ക് ഒരു വലിയ രൂപം വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ രൂപമാണ് എല്ലാ ശക്തികളെയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മഹാവീരന്റെ ആ ഒരു സോൾ, ആ ഒരു ആത്മാവ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഇവിടെ നടന്ന പരീക്ഷയിൽ വിജയിച്ചത് അത് നീ മാത്രമാണ്, നിനക്കാണ് അതിനുള്ള ഒരു കഴിവുള്ളത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്ന ഗരുഡമലയിലേക്ക് നീ വാ. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ആയുധം അത് നിനക്ക് തരും. അതുപോലെ തന്നെ എന്റെ രഹസ്യം എന്താണ് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. കുറെ കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്, വലിയൊരു സീക്രട്ട് തന്നെ. നീ എന്തായാലും അങ്ങോട്ടേക്ക് വാ എന്നപ്പോ നോവയോട് ഈ ഒരു മഹാവീരന്റെ ആത്മാവ് പറയാണ്. ഇതിനുശേഷം ആ ഒരു ആത്മാവ് അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ മറ്റൊരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അതിലൂടെ നമ്മുടെ നോവ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ആ പോർട്ടലിന്റെ അപ്പുറത്തായിട്ട് ആ ഒരു മഹാഗുരു, അയാൾ അവിടെ നമ്മുടെ നോവയെ കാത്തിരിക്കുകയാണ്. ഗുരുവിനെ കണ്ട സമയത്ത് നോവയുടെ ഉള്ളിൽ ആ ഒരു കലിപ്പ് നന്നായിട്ട് കൂടി വരികയാണ്. ഇപ്പൊ നോവ പറയാണ്, എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള ശകുനി അത് നീയാണ് മഹാഗുരു, നിന്നെ ഇവിടെ വെച്ച് തീർക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു പറയാണ്. അതുപോലെ തന്നെ ആയുധവുമായിട്ട് നോവ മഹാഗുരുവിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. എന്നാൽ ഇതേ സമയത്തിന്
മഹാഗുരു പറയാണ്, അതിന് നിന്റെ കയ്യിൽ എവിടെയാണ് ശക്തി? അതെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? നിന്റെ പ്രധാന ആയുധം അതും ഞാൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇനി നീ എന്ത് ശക്തി എടുത്ത് എന്നോട് യുദ്ധം ചെയ്യാനാണ്? ഇപ്പൊ ഈ മഹാഗുരു ഉണ്ടല്ലോ, ഇയാളുടെ ആ ഒരു വലിയ ശക്തി ഇതെടുത്ത് പ്രയോഗിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഈ ഗുരു പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ നോവ അവന്റെ ഉള്ളിൽ ആ ഒരു ശക്തി അത് പുറത്തേക്ക് എടുക്കുകയാണ്. അത് പണ്ടൊക്കെ ഒരു പച്ച നിറത്തിലായിരുന്നു, അതാണ് ഈ മഹാഗുരു ഇല്ലാതാക്കിയത്. എന്നാൽ ഇന്ന് അതിന് നിറം മറ്റൊന്നാണ്, തിളങ്ങുന്ന ഒരു പിങ്ക് നിറം. അത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഇത് കണ്ട് ഈ മഹാഗുരു ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇയാളെ കൊണ്ട് ആ ഒരു ശക്തിയെ തടുക്കാൻ കഴിയുന്നില്ല. അധികം വൈകിയില്ല, ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോവയുണ്ടല്ലോ മഹാഗുരുവിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെ വെച്ച് തന്നെ കൊന്നുകളയാണ്. അതുപോലെ തന്നെ ഈ സംഭവം നടന്നു കഴിഞ്ഞതിനു ശേഷം അവിടെ പെട്ടുകിടക്കുന്ന ബാക്കിയുള്ള വംശത്തിലെ എല്ലാ ആൾക്കാരും, അതുപോലെ തന്നെ കാങ്കുവിലെ രാജാവ്, ഇവരൊക്കെ നിശ്ചലമായി നിൽക്കുകയായിരുന്നല്ലോ. ഇവരൊക്കെ പഴയതുപോലെ ആവുന്നുണ്ട്. മാത്രമല്ല ഇവരിപ്പോ നമ്മുടെ നോവയെ നേരിട്ട് കാണുകയാണ്. ഇപ്പൊ കാങ്കുവിയുടെ രാജാവ് ഇയാളുടെ ഉള്ളിൽ ഭയങ്കര വെറിയാണ്. ഇയാളുടെ മകനെ തൊട്ട് മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നതല്ലേ. നമ്മുടെ നോവയ്ക്ക് നേരെ ചാടി വരുന്നുണ്ട്. എന്നാൽ നോവ വളരെ നിസാരമായിട്ട് തന്നെ കാങ്കുവയിലെ ഈ രാജാവിനെ തട്ടി തെറിപ്പിച്ചു കളയുന്നുണ്ട്. എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ മഹാവീരന്റെ ശക്തിയുടെ ഒരു ഭാഗം നോവയുടെ ഉള്ളിലേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ്. എന്തായാലും കാങ്കുവയിലെ രാജാവ് വെട്ടുകൊണ്ട് നിലത്ത് വീണ് കിടന്ന് മരിക്കാനായിട്ട് കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരാള് വീണ്ടും വരികയാണ്. മറ്റാരുമല്ല, ബെയ്സാൻ തന്നെ. നീ ആരാണ്? നീ എവിടുന്നാ വരുന്നതെന്നൊക്കെ കാങ്കുവയുടെ രാജാവ് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബെയ്സാൻ പറയാണ്, ഞാൻ സമയമാണ്, കാലമാണ്, എല്ലാമാണ്, എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഹീറോ അതായത് നോവയും ചോദിക്കുന്നുണ്ട്, ബെയ്സാൻ നീ ആരാണ്? സത്യം പറ, നീ എന്തിനാണ് എല്ലാവരുടെയും പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ ബെയ്സാൻ പറയാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അത് തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് അത് ഞാനാണ്. നിനക്ക് നിന്റെ കുമാരിയെ നഷ്ടമായത്, നിന്റെ വംശത്തെ നഷ്ടമായത്, അതുപോലെ തന്നെ നിന്റെ ആയുധത്തെ നഷ്ടമായി, മറ്റൊരു പുതിയ ആയുധം നിനക്ക് കിട്ടി, നിന്റെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് മാറി, അതുപോലെ തന്നെ നീ ഭയങ്കര ധൈര്യശാലിയായിട്ട് മാറി, നിനക്ക് ഒരുപാട് ശക്തികൾ കിട്ടി. ഇതെല്ലാം ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ്. വിധിയെ ഞാൻ തീരുമാനിക്കും. അതുപോലെ തന്നെ ഇവന്റെ മരണം, അതായത് ഈ കാങ്കുവയുടെ രാജാവിന്റെ മരണം, അത് ഇവിടെ വെച്ച് ഇപ്പൊ നടക്കണം. അത് ചെയ്യേണ്ടത് നീയാണ്. അതും ഞാൻ വിധിച്ചതുപോലെ, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ അത് ഇവിടെ വെച്ച് നടക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബെയ്സാനെ നോക്കിയിട്ട് നമ്മുടെ നോവ പറയാണ്, എല്ലാം തീരുമാനിക്കാൻ നീ ആരാടാ? ഇത് എന്റെ ജീവിതമാണ്, എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ആയുധം താഴെയിട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബെയ്സാൻ അവനെ വിളിച്ച് കൂവാണ്, മര്യാദക്ക് ഞാൻ പറഞ്ഞത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് നമ്മുടെ നോവ തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ ജീവിതമാണ്, ഇതിലെ തീരുമാനങ്ങൾ ഞാൻ എടുക്കും. അതുപോലെ ഒരു സമയത്ത് ഞാൻ തിരിച്ചു വരും. അത് നീ പറയുന്നതും കേട്ട് നിന്റെ അടിമയായിട്ട് ജീവിക്കാനല്ല, നിന്നോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബെയ്സാൻ നോവയെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങുകയാണ്, ഒരു ഭ്രാന്തനെ പോലെ. നടക്കൂ എന്നുള്ള രീതിയിൽ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോവ നേരെ പുറത്തേക്ക് വന്നു. മഹാവീരൻ പറഞ്ഞതുപോലെ ആ ഒരു ഗരുഡമലയിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ സോറയെ കാണുകയാണ്. മാത്രമല്ല സോറ ഇപ്പോ നമ്മുടെ നോവയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. കാരണം ബെയ്സാന്റെ ആ ഒരു പ്ലാനിൽപ്പെട്ട ആളാണ് ഈ സോറോ. അവൻ പറഞ്ഞതുപോലെ നമ്മുടെ നോവയുടെ ആ ഒരു വിധി അവൻ വിചാരിച്ചതുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു കളിയിലേക്ക് ബെയ്സാൻ തന്നെ ഇട്ട ആളാണ് ഈ സോറോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നോവയോട് അവള് ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പൊ നോവ ചോദിക്കുകയാണ്, എല്ലാം ഞാൻ പൊറുക്കാൻ തയ്യാറാണ്, നീ എന്റെ കൂടെ വരുന്നോ എന്റെ അടുത്ത യാത്രയിൽ? എനിക്ക് പോകണം ആ ഒരു ഗരുഡമലയിലേക്ക്. എനിക്കറിയണം എല്ലാ രഹസ്യങ്ങളും. ആരാണ് ഈ മഹാവീരൻ? അയാളുമായിട്ട് എനിക്ക് എന്താണ് ബന്ധം? എല്ലാം എനിക്കറിയണം. ഇതും പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും ആ ഒരു മലയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. എന്തായാലും കഥക്ക് മറ്റൊരു ഭാഗം ഉണ്ടാവും. തീർച്ചയായിട്ടും അടുത്ത വർഷം തന്നെ അത് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കഥയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.